വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തൃശ്ശൂർ എക്സിബിഷൻ ഗ്രൗണ്ട് ആണെന്ന്. അതെ, നമ്മൾ എക്സിബിഷന് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ എക്സിബിഷൻ്റെ വീഡിയോ ഇടാറുണ്ട്. അങ്ങനെ 2025 എക്സിബിഷൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ഒരു ടിക്കറ്റിന് 40 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാണ്. അകത്ത് കയറുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റാൾ എന്ന് പറയുന്നത് ബെഡ്ഷീറ്റിൻ്റെ ആയിരുന്നു. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അതുപോലെ സോഫ കവർ, അങ്ങനെയുള്ളതായിരുന്നു. പല റേറ്റിൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവരുടെ റേറ്റുകളും കാര്യങ്ങളും പലതും അവർ തൂക്കിയിട്ടിട്ടുണ്ട്. 2 പീസ് പില്ലോ കവറിന് 150, 200, അതുപോലെ പല റേറ്റിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ടോയ്സിൻ്റെ, അതുപോലെ കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വളകൾ, കീ ചെയിനുകൾ, ബ്രേസ്ലെറ്റുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെയും അങ്ങനത്തെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ സോഫ, അതുപോലെ ഡൈനിങ് ടേബിൾ, ചെറിയ ടേബിൾ, കിച്ചൺ ടേബിൾ, അങ്ങനെയുള്ള ഒരുപാട് കടകൾ വരുന്നുണ്ട്. എന്നാലും ഈ സോഫയുടെ ഇപ്രാവശ്യം അത്ര അധികം ഉണ്ടായിരുന്നില്ല. 1 or 2 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 3 മുറം 100 രൂപ, പല സൈസിലുള്ളത്, സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെ. പിന്നെ ഈ ഷോക്കടിക്കാതെ മാങ്ങ പൊട്ടിക്കാനും അങ്ങനെയുള്ള തോട്ടികൾ പല സൈസിലുള്ളത്, ഒരുപാട് വർഷം മുന്നേ ഉള്ളതാണത്. എന്നിരുന്നാലും ഈ വർഷം അത് കാര്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പലതരം കിഡ്സ് വാച്ചുകൾ പല വെറൈറ്റിയിലുള്ളത് ഉണ്ടായിരുന്നു. അതുപോലെ കപ്പുകൾ, പല സൈസിൽ വരുന്നത് ഉണ്ടായിരുന്നു. പിന്നെ ടോപ്പുകൾ, പലാസോസ്, അങ്ങനത്തെ ഒരുപാട് ഉണ്ടല്ലോ. പല ക്രോപ്പ് ടോപ്പുകൾ, അങ്ങനെ പല റേറ്റ്, ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റും. പിന്നെ കിഡ്സിൻ്റെ ഒരുപാട് ഐറ്റംസ്, പല വെറൈറ്റി ഐറ്റംസും, അതുപോലെ കമ്മലുകളുടെ ലാർജ് കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ബാഗുകളായാലും ഹാൻഡ് ബാഗുകളായാലും ഒരുപാടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതാണല്ലോ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഒരു പ്രത്യേകത. ലാർജ് കളക്ഷനാണ്. പിന്നെ ജയ്പൂർ, രാജസ്ഥാനി, അങ്ങനെയുള്ള അവിടുത്തെ കോലാപ്പൂരി ചപ്പൽസാണ്. അത് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാം, അല്ലാത്തത് നമ്മൾ വിട്ടുകളയാം, അത്ര തന്നെ. പിന്നെ പഴയകാല മിഠായികൾ ഒരുപാടുണ്ടായിരുന്നു. ചിലവരൊക്കെ അത് ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരിക്കും, അത് വാങ്ങാൻ വേണ്ടി പോകുന്നവരുണ്ട്. പല ടൈപ്പ് മിഠായികൾ, കീ ചെയിനുകൾ, പിന്നെ ഈ പെൻസില്, പേന, അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം സ്കൂളിൽ ഇനിയിപ്പോൾ ജൂണിൽ തുറക്കാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാണിക്കാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ്, അങ്ങനത്തെ സ്കെയിലും പെൻസിലൊക്കെ ആണല്ലോ കുട്ടികൾക്ക് താല്പര്യം. പിന്നെ ഈ ടോപ്പുകൾ, പലാസോ, അങ്ങനെയുള്ളതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ചുരിദാർ മെറ്റീരിയലുകൾ, അങ്ങനെ ഈ കാണുന്നത് മുഴുവൻ റണ്ണിങ് മെറ്റീരിയലുകളാണ്. പല കളറുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ടേബിൾ മാറ്റ്, വാഷിംഗ് മെഷീൻ്റെ ഫുള്ളായിട്ടുള്ള കവറ്. ഇത് ചപ്പാത്തി മേക്കറാണ്. അത് പണ്ട് മുതലേ വരാറുണ്ട്. അത് വാങ്ങിയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യണ എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ബലൂൺ വീർപ്പിക്കാനുള്ള മെഷീൻ, വിത്തുകൾ. പിന്നെ ഈ ആൻറ്റിൻ്റെ പോയ്സൺ നല്ലതാണ്. കഴിഞ്ഞ വട്ടം വാങ്ങിയിട്ട് അത് യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ഐസ് ബാഗ്, അതുപോലെ ഹോട്ട് ബാഗ്, അങ്ങനെയുള്ളത് കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസാണ്. അത് വീട്ടിൽ വാങ്ങി വയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ റോബോ ക്ലീനർ, പിന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്. ടോയ്സ് ആയിട്ടും ബോർഡ് ഗെയിംസ് ആയിട്ടും ഇങ്ങനെ നോക്കി എടുക്കാൻ മാത്രമുള്ള ഐറ്റംസ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. പെരുന്നാളുകൾക്കും പൂരങ്ങൾക്കൊക്കെ കാണുന്ന പോലെ. അതുപോലെ ബുക്കുകൾ, ഹെയർ ബാൻഡുകൾ, വളകൾ, മാലകൾ, അങ്ങനത്തെ ഒരുപാടുണ്ട്. പിന്നെ ടോപ്പുകളായിട്ടും നൈറ്റുകളായിട്ടും ഒക്കെ ഉണ്ട്. ഇത് കീ സ്റ്റാൻഡാണ്. ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടാനായിട്ടുള്ളതാണ്. ഈ ഭാഗം എല്ലാവരും എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിയിരിക്കും. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാ കൊല്ലവും റെഗുലറായിട്ട് എന്തെങ്കിലും ഐറ്റംസ് വന്ന് വാങ്ങുന്നവർ എന്തായാലും ഉണ്ടായിരിക്കും. ചിലതൊക്കെ നല്ല ടേസ്റ്റിയാണ്, ചിപ്സുകളായിട്ടും. ഇത് പപ്പടവടകളാണ്. കുറേ വെറൈറ്റികളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാം. കത്തികളുടെ സെക്ഷൻ, കത്തികൾ, പാത്രങ്ങൾ, അതുപോലെ ചെറിയ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നട്ട്സ്, റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സും റോസ്റ്റഡ് അല്ലാത്തതും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ബുക്സാണ്. ബുക്സിനൊക്കെ 50% ഓഫ് ഉണ്ട്. അതുപോലെ ഒരു ബുക്ക് വാങ്ങിയാൽ വേറെ ഏതെങ്കിലും ഒരു ബുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. അങ്ങനെ ഐസ്ക്രീം, ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഐസ്ക്രീം സ്റ്റോളായി.
നടന്ന് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്കായാലും ആർക്കായാലും ഐസ്ക്രീം ഒന്ന് വാങ്ങി കഴിക്കാൻ തോന്നുന്ന ഒരു സ്പോട്ടാണത്. പിന്നെ ഗ്ലാസ്സുകൾ 6 ഗ്ലാസ്സിനാണ് വരുന്നത്. 100 രൂപ 200 രൂപ അങ്ങനെ പല റേറ്റിലാണ്. ഇത് റസ്ക്കാണ്. ഊട്ടി വർക്കീസ് ബേക്കറിയിലത്തെ നല്ല അടിപൊളി റസ്ക് ആയിരുന്നു അത്. പിന്നെ ചട്ടികൾ, പല ടൈപ്പ് ചട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെയും ഡ്രസ്സിന്റെ ഷോപ്പ് ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ്, ഇത് ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ്സുകൾ മാത്രമായിരുന്നു ഈ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് കിടക്കുമ്പോഴേക്കും ഷെയ്ക്ക്, ജ്യൂസ്, കുൽക്കി, സർബത്ത് അങ്ങനെയുള്ള ഒരു സെക്ഷനായി. റിഫ്രഷ്മെന്റ് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് അത് വാങ്ങി കഴിക്കാം. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു സ്റ്റോളാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെയും പേന, പല വെറൈറ്റി പേനകളുടെ ഒരു സെക്ഷൻ. പിന്നെ ഇവിടെ ഒരുപാട് ബുദ്ധകൾ, അതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ഐറ്റംസ്, ഷോ പീസുകൾ, അങ്ങനെ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വിട്ടിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിയെടുക്കണം, കുറേ കുഞ്ഞു ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ കടയിൽ അതുപോലെ കുറേ കുഞ്ഞു ഐറ്റംസ് നമുക്ക് വീട്ടിൽ ഉപയോഗപ്രദമാകുന്ന ചെറിയ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സോളാറിനെ കുറിച്ചിട്ട് ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. സോളാർ സബ്സിഡി, കറണ്ട് ബില്ല് 0 ആക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതേപോലെ ആദിയോഗിയുടെ അവിടുത്തെ സ്റ്റാച്ചു, അതുപോലെ ബുദ്ധ, നേരത്തെ കാണിച്ച സ്റ്റോളിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണത്. പല വെറൈറ്റി ഉണ്ട്. ബുദ്ധകളായാലും കുഞ്ഞു സ്കൾച്ചേഴ്സ് നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഷോ പീസുകളായിട്ട് വെക്കാനായിട്ട് നല്ല ഭംഗിയുള്ളതുണ്ട്. ഈ ആന, അതുപോലെ പല വെറൈറ്റികൾ കേട്ടോ. നിങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. കുറേ ഐറ്റംസ് ഉണ്ട്. സാധാരണ റെഗുലറായിട്ട് നമ്മൾ പോകുന്ന കടകളിൽ ഇത്രയും ഐറ്റംസ് ഉണ്ടാവില്ല. ഇങ്ങനെ ഇതൊക്കെ എക്സിബിഷന് വരുമ്പോൾ നമുക്ക് യൂണിക്കായിട്ട് കാണുന്ന ഐറ്റംസ് ആണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, എന്നിരുന്നാലും നമുക്ക് നേരിട്ട് വാങ്ങാനും ടച്ച് ചെയ്ത് വാങ്ങാനും ഒക്കെ സാധിക്കുമല്ലോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചെറിയ ഐറ്റംസ് ആണ്. ചെറിയ ബുദ്ധ മുതൽ ഗണപതി അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് അടുത്ത സ്റ്റോളാണ്. അവിടെയും ഇങ്ങനെ കുറേ കുഞ്ഞ് ഐറ്റംസ് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. കാറിൽ വെക്കാൻ പറ്റുന്നതും ലിവിങ് റൂമിലായാലും എവിടെയെങ്കിലും നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയറിൽ വെക്കാൻ പറ്റിയതായിട്ടുള്ളത്. അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ സ്റ്റാച്യൂസ്, സ്കൾച്ചേഴ്സ് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. കൃഷ്ണന്റെയും അതുപോലെ നെറ്റിപ്പട്ടം അങ്ങനെയുള്ള ഒരുപാട്. ഇപ്പൊ ആളുകൾ പൊതുവെ ഇങ്ങനെയുള്ളതൊക്കെ വീടുകളിൽ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ അനുസരിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെയും അഗർബത്തി, ഇത് കമ്മലുകളാണ്. ഇത് പലർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും ഭക്ഷണശേഷം കഴിക്കാനായിട്ടുള്ളത്. അതിന്റെ നമുക്ക് 100 ഗ്രാം മുതൽ അവൈലബിൾ ആണ്. 250 ഗ്രാം, 1 kg ഒക്കെ കിട്ടും. ഇത് പിന്നെയും മാലകളുടെ ഇതില് ഇമിറ്റേഷൻ ഗോൾഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു. ജയ്പൂർ ഡിസൈൻ, അങ്ങനെ രാജസ്ഥാനി, അങ്ങനെ പല ടൈപ്പിലുള്ള ഓർണമെന്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസുകളായിരുന്നു. കുറേ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാരി ബ്ലൗസുകളും സാരികളും നല്ല ഡിഫറെൻറ്റ് ബോർഡറുകളുള്ളതും അതുപോലെ നമ്മൾ യൂഷ്വലി കാണുന്ന പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെയും അച്ചാറുകളെത്തി. അച്ചാറിൻ്റെ ഫസ്റ്റ് സ്റ്റോളാണ് കേട്ടോ അത്. അച്ചാറിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. അവിടെ എത്തുമ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു അച്ചാർ എന്തായാലും വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ചുരിദാറുകളും സാരികളും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുതുമയില്ലാണ്ടായി. കാരണം ഓൺലൈനിൽ ഇതെല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും. മറ്റേത് നമുക്ക് എക്സിബിഷന് വേണ്ടി വെയിറ്റ് ചെയ്യും എല്ലാവരും, കാരണം ഇവിടെ മാത്രമേ കിട്ടൂ ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. അത് ഒരു ശരിക്കും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ബിസിനസ് ഡള്ളായിട്ട് ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി കൈ നിറച്ചിട്ടാണ് എക്സിബിഷൻ കഴിഞ്ഞിട്ട് പോവാറ്. ഇവിടെ ഒരുപാട് ഫ്ലവർ വേസുകളും ഒരുപാട് ഫ്ലവേഴ്സും നമുക്ക് സിംഗിൾ ആയിട്ടും അതുപോലെ വേസായിട്ടും സെറ്റ് ചെയ്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്തും ഒക്കെ വാങ്ങാൻ പറ്റും. ചെരുപ്പുകളുടെ സ്റ്റോളാണ്. ഒരുപാട് ചെരുപ്പുകൾ ഐറ്റംസ്, കോസ്മെറ്റിക്സ്. ഇത് അപ്പം തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് തരുന്ന ഒരു ഷോപ്പാണ്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സിംഗിളായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിലിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇത് അഗെയിൻ കുട്ടികളുടെ സ്റ്റോളാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് എക്സിബിഷൻ്റെ ഒരു ഓർമ്മ അവരുടെ കുട്ടിക്കാലത്ത് ഓർക്കുമ്പോൾ ഉണ്ടാവാനായിട്ട് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ സിന്ദൂരം, അതുപോലെ പലതരം അച്ചാറുകൾ. ഇത് ഒരു പുതിയതായിരുന്നു കേട്ടോ. അതായത് കോളിഫ്ലവർ, മഷ്റൂമിൻ്റെ ഒക്കെ ഒരു മസാല
മഷ്റൂം അല്ല, പനീറും കോളിഫ്ലവറൊക്കെ നമുക്ക് ഈ ഒരു മസാലയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ഗോബി ഡ്രൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അവരവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത് ശരിക്കും ആ ടേസ്റ്റ് ആയിരുന്നു. അത് 3 മസാലയ്ക്ക് 100 രൂപ അങ്ങനെയായിരുന്നു ഒരു ഓഫർ ഉണ്ടായിരുന്നത്. നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസിൻ്റെ സ്റ്റോളാണ്. കുറേ കുഞ്ഞു ഐറ്റംസ് ഉണ്ട്. ബ്രഷ്, അതുപോലെ സോപ്പ് വയ്ക്കുന്ന ടബ്, അതുപോലെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് നമ്മളൊരു നടന്നിങ്ങനെ കുറേ സ്റ്റോളുകളായിരുന്നു അടുപ്പിച്ച്. അത് കഴിയുമ്പോൾ ഒരു മറൈൻ അക്വേറിയത്തിൻ്റെ ഒരു സെക്ഷനാണ്. കടലിനടിയിലെ അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞിട്ട് അതിന് 100 രൂപയാണ് ടിക്കറ്റിന്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും റൈഡുകളുടെ ഒരു സെക്ഷൻ ആവുന്നത്. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാലും കുട്ടികൾക്കൊരു പ്രിഫറൻസ് ഉണ്ട് അവിടെ എത്തുമ്പോൾ ശരിക്കും ഒരു ഫുഡ് സ്റ്റാളിലെത്തിയ ഒരു പ്രതീതിയാണ്. ഒരുപാട് ഫുഡ് കോർട്ടുകളായിട്ടും അതുപോലെ റൈഡുകളായിട്ടും ഒരു സൈഡിൽ ഇങ്ങനത്തെ രാജസ്ഥാനി ജയ്പൂരി ടൈപ്പ് ഡ്രസ്സുകളും ചുരിദാർ മെറ്റീരിയൽ, നടന്ന് ക്ഷീണിച്ചവർക്ക് ഇളനീര് കഴിക്കാനും അതുപോലെ ജ്യൂസായിട്ടും, പിന്നെ പാനിപൂരി, ബേൽപൂരി, അതുപോലെ മിളക് ബജ്ജി, കോളിഫ്ലവർ ഫ്രൈ, അങ്ങനെയുള്ള ഒരു വലിയൊരു സ്റ്റാൾ ഇങ്ങനെ നിരന്ന് കിടക്കാണ്. അവിടെ ഇങ്ങനെ കോളിഫ്ലവർ ഇങ്ങനെ വറുത്തിങ്ങനെ കോരി ഒരുപാട് വെച്ചിട്ടുണ്ട്. അതുപോലെ മിളക് ബജ്ജി ആയാലും ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണിത്. നല്ല ചൂടായിട്ട് കഴിക്കുക. അതുപോലെ ആ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. അത്രയും തിളച്ചിരിക്കുന്ന എണ്ണയിലേക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കോളിഫ്ലവറും അതുപോലെ നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ എത്തുമ്പോൾ എന്തായാലും എല്ലാവരും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യും. കാരണം നമ്മൾ കുറച്ചധികം ദൂരം നടന്ന് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കോളിഫ്ലവർ ഫ്രൈകളും അതുപോലെ മിളക് ബജ്ജികളും ഇങ്ങനെ നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണോ അതോ പാനിപൂരി, ബേൽപൂരി അങ്ങനെയുള്ളതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതപ്പോൾ ഒരു കോളിഫ്ലവർ വാങ്ങി നമ്മൾ കഴിച്ചതാണ്. നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തു. അതുപോലെ ഒരുപാട് റൈഡുകളുണ്ട്. എല്ലാത്തും ഇപ്പോൾ ലൈറ്റായി. പണ്ട് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എവിടെയും ആയാലും ലൈറ്റിൻ്റെ ഒരു മഴയാണല്ലോ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല രസമാണ്. എല്ലാത്തിലും ലൈറ്റാണ്. അപ്പോൾ വീഡിയോസിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങുമ്പോൾ അതാ ഒരുപാട് ഇതുപോലെ പിന്നെയും സ്റ്റോളുകൾ വരാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഏകദേശം കഴിയാറായി എന്നൊരു ഫീലാണ് എക്സിബിഷൻ. പക്ഷെ ഇപ്രാവശ്യം എല്ലാതും കുറച്ചൊരു ചേഞ്ച് ആയിട്ട് തോന്നി. കാരണം കുറച്ചധികം സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. കുറച്ചും കൂടിയും അടച്ചു കെട്ടിയിട്ട് നമുക്ക് ഫുള്ള് നടക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. മറ്റേത് കുറേ ആൾക്കാർ സൈഡിൽ കൂടെ ചാടിയിട്ട് ഇങ്ങനെ ഷോർട്ട് കട്ട് പോലെ യൂസ് ചെയ്യാറുണ്ട് എക്സിബിഷനിൽ നിന്ന് ഫുള്ള് നടക്കാണ്ട്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഫുള്ളായിട്ട് കവർ ചെയ്ത് അടച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചാടിക്കിടക്കൽ ഈസി അല്ല. ഇതൊരു ആൻറ്റിക് ഷോപ്പാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൻറ്റിക് ഐറ്റംസും അതുപോലെ നോട്ടുകൾ, പഴയകാല കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ കിടക്കുമ്പോൾ ഫാമിലി ഗെയിമിൻ്റെ ഒരു സെക്ഷനാണ്. അവിടെ ഇങ്ങനെ നമുക്ക് റിങ് എറിഞ്ഞിട്ട് കിട്ടുന്ന ഐറ്റം നമുക്ക് ഗിഫ്റ്റായിട്ട് എടുക്കാം. അതുപോലെ 6 ചാൻസിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അവിടെ ഇപ്രാവശ്യം എന്തോ അധികം ആരും കളിക്കുന്നത് കണ്ടില്ല. സാധാരണ എല്ലാവരും കളിക്കാറുള്ളതാണ് അവിടെ. പിന്നെയും ഡ്രസ്സുകളുടെ സെക്ഷൻ, പലാസോകൾ, ടോപ്പുകൾ, അങ്ങനത്തെ ഒരുപാടുണ്ട്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെക്ഷനും അതുപോലെ സോളാറിൻ്റെയും ഒക്കെ കണ്ടിരുന്നു. പിന്നെയും ഡ്രസ്സുകളുടെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. കുറേ കടകൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഡ്രസ്സുകൾക്ക്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എക്സിബിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകൾക്ക് ഒരു ഹൈപ്പ് എപ്പോഴും ഉള്ളതാണ്. പ്രത്യേകിച്ച് മെറ്റീരിയലുകളായാലും ടോപ്പുകൾ, ഷർട്ടുകൾ, കുർത്തകൾ, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ജ്യൂസുകൾ, റിഫ്രഷ്മെൻറ്റുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ബുക്കുകൾ, ഇവിടെ ഒരു ബുക്കിന് ഒരു ബുക്ക് ഫ്രീ ആണ്. അങ്ങനെ കുറേ ബുക്സുകളും അതുപോലെ പ്രാർത്ഥനാ ബുക്കുകളും പ്രാർത്ഥനാ ഗാനങ്ങളുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നൈറ്റികൾ, കൈത്തറി ഐറ്റംസാണ്. പിന്നെയും ഐസ്ക്രീം സ്റ്റാള്, സ്വീറ്റ് കോണിൻ്റെ ഒരു ഷോപ്പ്. അങ്ങനെ കോൺ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ, കോണായാലും. അതുപോലെ ഇത് മൺചട്ടികളുടെ ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ കുറേ ആളുകൾ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു മൺചട്ടികൾ. അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ്, മൺചട്ടിയിൽ നമ്മൾ പൊതുവെ കറികൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ്.
പിന്നെ ഇത് നമ്മളങ്ങോട്ട് കിടക്കുമ്പോൾ ഒരു പൊട്ടറ്റോ ട്വിസ്റ്ററിൻ്റെ ഇത് കണ്ടിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം തൊട്ടുള്ളതാണ്. അത് നല്ലതാണ് കേട്ടോ. സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇത് ജൂബിലി ഹോസ്പിറ്റലിൻ്റെ സ്റ്റോളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ 2 മാസം മുതലുള്ള കുട്ടികളുടെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. രൂപങ്ങൾ എന്നല്ല, വയറിൽ ശരിക്കുള്ള കുട്ടികളുടെ ഫോർമാലിനിൽ ഇട്ട് വെച്ചിട്ടുള്ള ഓരോ മന്തും ആയിട്ടുള്ളവരെ നമുക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ നല്ലതാണ്. ട്വിൻസ്, സയാമിസ് ഇരട്ടകൾ അങ്ങനെയുള്ളവരുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ പ്രായത്തിലുള്ള കുട്ടികളുടെയും അതുപോലെ സ്നേക്ക് ആയാലും കുറച്ച് ആനിമൽസിൻ്റെയും അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് അവസാനമായി എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇവിടെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അത് ശരിക്കും നമുക്ക് ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ എല്ലാതും അങ്ങനെ കവർ ചെയ്തിട്ട് പോകാനേ പറ്റും. എല്ലാ കടകളിലും എല്ലാ സ്റ്റാളുകളിലും നമ്മൾ കയറി ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ നടക്കാനുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് ആയാലും കഴിയാത്ത രീതിയിൽ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഇത് തൃശ്ശൂരത്തെ മെയിനായിട്ടുള്ള ശക്തൻ തമ്പുരാൻ, അതുപോലെ വടക്കുംനാഥൻ, പുത്തമ്പള്ളി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സ് രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇത് തൃശ്ശൂർ ടൗണാണ്. അങ്ങനെ കുറേ നമ്മുടെ തൃശ്ശൂരിൻ്റെതായ നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ സ്ഥലങ്ങളും അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ തൃശ്ശൂരത്തെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. വടക്കുംനാഥൻ്റെ ഒരു മിനിയേച്ചറാണിത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും കയറണം, കാരണം നമ്മുടെ തൃശ്ശൂർ ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സിറ്റി തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. വടക്കുംനാഥനും നമ്മുടെ റൗണ്ടും അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ കടകളും ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അത് കുറേ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കുറേ ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരു ഭാഗം നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് തിരിച്ചിറങ്ങി വരുന്നത് വരെ മുഴുവൻ ഇങ്ങനെയുള്ള ഓരോ രൂപങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഡയമണ്ട് ഇതിലൊക്കെ സ്ക്രാച്ച് ആൻഡ് വിന്ന്, അതുപോലെ നമുക്ക് സമ്മാനം കിട്ടും എന്നുള്ള രീതിയിൽ കൂപ്പണുകൾ എഴുതിയിടാനായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, എഴുതിയിടാനായിട്ട് നിർബന്ധിച്ചിട്ട്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് സ്പെഷ്യൽ സ്കൂളിലത്തെ കുറച്ച് കുട്ടികളെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിലത്തെ പ്രോഗ്രാം കാണിക്കാനായിട്ട്. അവിടെ കുഞ്ഞുമക്കളുടെ കുറച്ച് ഡാൻസും അതുപോലെ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ സ്കൂളിലത്തെ കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു ആൾ കണ്ടോ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ആ പാട്ടിനൊത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സ്പെഷ്യൽ സ്കൂളിലത്തെ കുട്ടികളുടെ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അവരുടെ ഡാൻസും പാട്ടും ഒക്കെ നന്നായിരുന്നു. അങ്ങനെ ISROൻ്റെ ഇതിൽ കയറി. ISROൻ്റെ ഇതിൽ അതുപോലെ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന പോലെ കുറേ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഈ പ്രാവശ്യത്തെ ഒരു പുതുമയായിരുന്നു. എല്ലാ പ്ലാനറ്റ്സിൻ്റെയും നമ്മൾ വെയിറ്റ് നോക്കാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് മെഷീൻ അവിടെ ഉണ്ട്. അതിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്ലാനറ്റ്സിലും നമ്മുടെ വെയിറ്റ് എത്രയാണെന്നാണ് അതിൽ കാണിക്കുന്നത്. അപ്പം അതെല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു, ഏതിലാണ് നമ്മുടെ വെയിറ്റ് കൂടിയിരിക്കുന്നത്, ഏതിലാണ് കുറവ് എന്നൊക്കെ അറിയാനായിട്ട്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കയറിയിരുന്നു. മൂൺ വാക്ക് എന്ന് പറഞ്ഞിട്ട് 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ ഈ 16 ഡിഗ്രിയിലൊക്കെ കയറുന്ന ഒരു ഫീലായിരുന്നു. ഫുൾ 360 ഡിഗ്രിയിലുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും സ്റ്റാർട്ടായി. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം, നമ്മളും അതിൻ്റെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. ആ ഒരു ഷെൽട്ടറിൻ്റെ ഉള്ളിൽ കയറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ കൂടെ ഇങ്ങോട്ട് ഇഴുകി ചേർന്ന് പോകുന്ന ഒരു ഫീലാണ് നമുക്ക്. നമ്മളും അങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ നമുക്ക് തോന്നും. നമുക്ക് ഇരുന്നിട്ടോ നിന്നിട്ടോ കിടന്നിട്ടോ ഒക്കെ ഇത് കാണാൻ പറ്റും. അപ്പോൾ അതൊരു കുറച്ച് നേരം ഉണ്ട്. ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വേറെ ആയിട്ടിടാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആയി പോവും. കുറച്ച് നേരം ഉണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട്. നമ്മൾ ശരിക്കും നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്താൽ നല്ല രസമുണ്ട്. നമ്മളിതിൻ്റെ കൂടെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. കുറച്ച് 30 പേര് 40 പേർക്ക് നിൽക്കാനുള്ള സ്പേസേ അതിനകത്തുള്ളൂ. അപ്പം അത്രയും പേര് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്യും. അപ്പം ഈ ഒരു ഷോ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഷോ അങ്ങനെ ഒരുപാട് ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ വീഡിയോന് ശേഷം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അഗ്രികൾച്ചറിൻ്റെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ പലതരം റൈസുകൾ, അതിൻ്റെ പേരുകൾ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരുപാട് ടൈപ്പ് റൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് എല്ലാ റൈസുകളും അറിയില്ലല്ലോ. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലതരത്തിലുള്ള അരികൾ. അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ്, അച്ചാറുകൾ, അങ്ങനെയുള്ളതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ കശ്മാങ്ങര സോഡയും അതുപോലെ കശ്മാങ്ങര സ്ക്വാഷും ഒക്കെ ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു കശ്മാങ്ങയ്ക്ക് ഒരു കറുപ്പുണ്ടല്ലോ, അപ്പൊ അത് വെറൈറ്റിയാണ് എനിക്ക് തോന്നി. കാരണം അങ്ങനെ സാധാരണ കാണാറില്ല കശുമാങ്ങ. ഇതൊന്നും പണ്ട് പാഷൻ ഫ്രൂട്ട് അങ്ങനെ കിട്ടിയിരുന്നില്ല, പക്ഷെ ഇപ്പൊ പാഷൻ ഫ്രൂട്ടൊക്കെ കോമൺ ആയി. അതുപോലെ ഇനി കുറച്ച് കഴിയുമ്പോൾ കശുമാങ്ങയുടെ സിറപ്പും സ്ക്വാഷൊക്കെ കോമൺ ആയിരിക്കും. ഇത് കുറച്ച് ഫിഷ് ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ താൻ എടുക്കുന്ന മെഷീൻ, അതുപോലെ താനുകളുടെ ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു സ്റ്റോളായിരുന്നു. അവിടെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടായിരുന്നു. നല്ല മുഖവൃത്തിയിലുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള രൂപങ്ങള്, അതുപോലെ എല്ലാത്തിന്റെ പേരുകളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാത്തത് നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. മ്യൂറൽ പെയിന്റുകൾ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള പെയിന്റുകൾ, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിലൊക്കെ കയറാം. സാധാരണ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് പതിവ്, പക്ഷെ ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല. മറ്റേ ഡ്രസ്സിന്റെ ഇതൊക്കെ നമുക്ക് ഇപ്പൊ എവിടെയായാലും കാണാം, പക്ഷെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോയി മാത്രം കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അടുത്തത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റോളായിരുന്നു. അതിൽ എഗ്ഗിന്റെ പല സ്മോൾ ടു ലാർജ് വരെയുള്ള സൈസിലുള്ള എഗ്ഗുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഏറ്റവും ചെറിയ മുട്ടയും ഏറ്റവും വലിയ മുട്ടയും അതിനിടയിലുള്ള മുട്ടകളും എല്ലാം അതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പല കൂടുകളിൽ ഇട്ട് വളർത്താവുന്ന കോഴികളും, അതുപോലെ ഗിനി പിഗ്, വൈറ്റ് റാറ്റ്, അങ്ങനെ ഉള്ളവരെ കൂടുകളിലിട്ട് വെച്ചിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ, കുറെ ഭാഗങ്ങൾ. ഇതൊന്നും മിസ് ചെയ്യരുത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല. പിന്നെ ആനിമൽസിന് വരുന്ന അസുഖങ്ങൾ, ട്യൂമറുകളോ അങ്ങനെയുള്ളതൊക്കെ ഉള്ള ഭാഗങ്ങൾ ഇട്ട് വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെ എക്സിബിഷന്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കാണ്. ലാസ്റ്റ് കേരള പോലീസിന്റെ ഒരു സ്റ്റോളും ഒരു ഇന്ത്യൻ കോഫി ഹൗസും കൂടെ ഉണ്ട്. അങ്ങനെ ഈ ഒരു എക്സിബിഷൻ 2025 നിങ്ങൾക്കും കണ്ടൊരു ഫീലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഞാൻ പറഞ്ഞ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.